DCC പ്രസിഡന്റിനെ വളഞ്ഞിട്ടടിക്കുന്ന കോൺഗ്രസ് നേതാക്കളെയാണ് ഇന്നലെ നമുക്ക് വയനാട്ടിൽ കാണാൻ കഴിഞ്ഞത്. ND അപ്പച്ചന് രൂക്ഷമായ മർദ്ദനം. അതിനെ തുടർന്ന് അപ്പച്ചനെ മർദ്ദിച്ചതിൻ്റെ പേരിൽ ഓപ്പോസിറ്റ് ഗ്രൂപ്പിലുള്ള ഒരാളെ തെരുവിലിട്ട് തല്ലുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കൾ. അങ്ങനെ ഈ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് തെരുവ് യുദ്ധമായി മാറുന്ന കാഴ്ചയാണ് ഇന്നലെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. നോക്കാം, ജോഷില കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തിൻ്റെ പേരിലാണ് ഈ വഴക്കൊക്കെ ഉണ്ടായതെന്നല്ലേ? അത് ബാങ്ക് നിയമന വിവാദം, കോഴ വിവാദം തുടങ്ങിയ ആരോപണങ്ങളുടെ പേരിൽ കൂടിയാണ്. നാണം കെട്ടു നിൽക്കുന്നു കോൺഗ്രസ് നേതൃത്വം. ജോഷ്ലയുണ്ട്. ജോഷ്ല, ഗുഡ് മോർണിംഗ്. എന്താണ് ജോഷ്ല കാണുന്നത്? വലിയ ക്രമസമാധാന പ്രശ്നമായി മാറുകയാണോ കോൺഗ്രസിലെ ഗ്രൂപ്പ് യുദ്ധം? അത് തെരുവിലേക്ക് വ്യാപിക്കുന്നതാണോ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്? എന്തിനാണ് ND അപ്പച്ചൻ എന്ന DCC പ്രസിഡന്റിനെ സ്വന്തം പാർട്ടിക്കാർ വളഞ്ഞിട്ട് തല്ലിയത്? എന്തൊക്കെ ആരോപണങ്ങളാണ് ആ യോഗത്തിൽ ഉയർന്നു വന്നത്? അതിനുശേഷം തെരുവിലേക്കിറങ്ങി മറ്റൊരു കോൺഗ്രസ് നേതാവിനെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വളഞ്ഞിട്ടടിക്കുന്നത് കണ്ടു. എന്താണ് സംഭവിക്കുന്നത്? മനു, ഗുഡ് മോർണിംഗ്. മനു, നമ്മൾ ഇന്നലെ കണ്ടതാണ് DCC പ്രസിഡന്റിനെ വളഞ്ഞിട്ട് കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിക്കുന്നത്. എന്നാൽ DCC പ്രസിഡന്റ് തനിക്ക് മർദ്ദനമേറ്റിട്ടില്ല എന്ന് പറയുമ്പോഴും DCC ജനറൽ സെക്രട്ടറി OR രഘു ഇന്നലെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. അദ്ദേഹം വളരെ അവശനായിരുന്നു. നമ്മൾ ഇന്നലെ അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ തന്നെ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് DCC പ്രസിഡന്റിനെ വളഞ്ഞിട്ട് മർദ്ദിക്കുമ്പോൾ താൻ എതിർക്കാൻ വേണ്ടി അല്ലെങ്കിൽ തടഞ്ഞു വെക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് തനിക്കും മർദ്ദനമേറ്റത് എന്നുള്ളതാണ്. DCC പ്രസിഡന്റ് ഇതിന്റെ അപമാന ഭാരം കൊണ്ട് ഇത്തരത്തിൽ മർദ്ദനമേറ്റു എന്ന് പറയാൻ പോലും തയ്യാറാവാത്ത അവസ്ഥയിലാണ്. എന്നാൽ ഇന്നലെ വൈകുന്നേരം നമ്മൾ കണ്ടത് മറ്റൊരു കാഴ്ചയാണ്. ഇന്നലെ ഏകദേശം വൈകുന്നേരം 6 മണിക്ക് ശേഷം പുൽപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ കോമ്പൗണ്ടിൽ വെച്ച് ഒരാളെ മർദ്ദിക്കുന്ന അവസ്ഥയുണ്ടായി. അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ND അപ്പച്ചനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ഉള്ള എബി എന്നയാളെ പിന്തുടരുകയും എബി വാഹനമോടിച്ച് പ്രാണരക്ഷാർത്ഥം പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോഴേക്കും അവിടെ കോമ്പൗണ്ടിനുള്ളിൽ കയറി തല്ലുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പുൽപ്പള്ളി പോലീസ് മർദ്ദിച്ചവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു സാമൂഹിക പ്രശ്നമായി ഇത് മാറുന്നു, തെരുവ് യുദ്ധത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാറുന്നു എന്നുള്ളതിന്റെ ഒരു കാഴ്ചയായിരുന്നു പുൽപ്പള്ളി ഇന്നലെ കണ്ടത്. DCC പ്രസിഡന്റിനെ മർദ്ദിക്കുന്നത് പാടിച്ചാൽ സർവീസ് സഹകരണ ബാങ്കിന് മുകളിൽ നടന്ന കോൺഗ്രസ് മണ്ഡലം വികസന കമ്മിറ്റി യോഗത്തിലാണ്. ആ തല്ലാണ് പിന്നീട് തെരുവിലേക്ക്, റോഡിലേക്ക് ഇറങ്ങി തല്ലുന്ന അവസ്ഥയിലേക്ക്, ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന മർദ്ദനത്തിലേക്കും തല്ലിലേക്കും കൂട്ടത്തല്ലിലേക്കും മാറുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറുന്നത്. ഇത് ബാങ്ക് നിയമനം, അതുപോലെ തന്നെ കോഴ വിവാദം, ഇത്തരത്തിലുള്ള സഹകരണ ബാങ്കുകളിലെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഇത് തുടങ്ങുന്നത്. അത് മാത്രമല്ല IC ബാലകൃഷ്ണൻ MLA, അതുപോലെ തന്നെ KL പൗലോസ് മുൻ DCC പ്രസിഡന്റാണ്. ഇവർ തമ്മിലുള്ള അല്ലെങ്കിൽ ND അപ്പച്ചനുമായി ഉള്ള ഗ്രൂപ്പ് തർക്കത്തിന്റെ ഭാഗം അത് ഇവരുടെ അനുകൂലികളാണ് മർദ്ദിച്ചത് എന്നുള്ള ആരോപണം ഉയരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ് ഇന്നലെ ND അപ്പച്ചനെ കോൺഗ്രസ് നേതാക്കൾ തല്ലിയത്? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അവിടെ ഉയർന്നു വന്ന ആരോപണം കോൺഗ്രസിലെ ചില പ്രധാനപ്പെട്ടവരുടെ ഇഷ്ടക്കാർക്ക് സഹകരണ ബാങ്കുകളിൽ നിയമനം കൊടുക്കുന്നില്ല, ഒപ്പം തന്നെ ചില കോഴ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ. ഇതിന്റെ പുറത്തല്ലേ ND അപ്പച്ചന് തല്ലുകൊള്ളേണ്ടി വന്നത്? ആ ആരോപണങ്ങൾ എന്താണ്? ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാർഡ് മെമ്പർമാരെ നിയമിക്കുന്നത്, അതുപോലെ തന്നെ ബാങ്ക് നിയമനത്തിൽ വരുന്ന വലിയ അഴിമതി, അതായത് ND അപ്പച്ചന് സ്വാധീനമുള്ള ആളുകളെ കോഴ വാങ്ങി ഇവിടേക്ക് ഒക്കെ തന്നെ നിയമനം നടത്തുന്നു എന്നുള്ളതാണ് പുൽപ്പള്ളിയിലെയും അതുപോലെ തന്നെ മുള്ളൻകൊല്ലിയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി നിലനിൽക്കുന്നത്. അവിടെയുള്ള കടുപ്പിലാൻ ഫാമിലിയെ ഇവർ പുറത്താക്കുന്നു. അവരുടെ കുടുംബത്തിലെ ആർക്കും നിയമനം നൽകുന്നില്ല. ഇത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ പ്രശ്നങ്ങളായി ഇത് മാറുന്നു. പിന്നീട് അത് പല രീതിയിലേക്ക് മാറുന്നു. ഈ ഫാമിലിയും ഇവരും തമ്മിലുള്ള, ND അപ്പച്ചനും തമ്മിലുള്ള പോര് മുറുകുന്നു. ഇതിന്റെ ഭാഗമായാണ് അവിടെയുള്ള മണ്ഡലം പ്രസിഡന്റിനെ മാറ്റണം എന്നുള്ള ചോദ്യം ഉയരുന്നു. അതിന് ND അപ്പച്ചൻ തയ്യാറാവുന്നില്ല. ഇന്നലെ വന്ന വികസന കമ്മിറ്റിയുടെ ഉദ്ഘാടന വേളയിൽ ND അപ്പച്ചൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ ഉടനെ തന്നെ ആദ്യം കോൺഗ്രസിലെ പ്രശ്നങ്ങൾ, പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് മതി നിങ്ങളുടെ മറ്റ് വികസന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ സഹപ്രവർത്തകർ എഴുന്നേറ്റ് വന്ന് ND അപ്പച്ചനെ മർദ്ദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. എന്തായാലും ഈ ബാങ്ക് നിയമനം, കോൺഗ്രസിന്റെ കീഴിലുള്ള ബാങ്കുകളിലെ, സഹകരണ ബാങ്കുകളിലെ നിയമനം, കോഴ വിവാദം, ഇതൊക്കെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ, DCCയെ പോലും വളരെ അധികം ബുദ്ധിമുട്ടിലാക്കുന്ന അല്ലെങ്കിൽ കെണിയിലാക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്.
തന്നെയാണ്. ഇതിന് വാങ്ങിക്കുന്ന പണമാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയമായി നിലനിൽക്കുന്നത്. അത് തന്നെയായിരുന്നു NM വിജയന്റെ മരണത്തിലേക്കും കലാശിച്ചത്. എന്നിട്ട് പോലും കോൺഗ്രസ് പാർട്ടി ഒരു പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ്. KPCC നേതൃത്വത്തിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പല പരാതികളും മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ നൽകിയിട്ടുണ്ട്. എന്നാൽ KPCC ഇതിലൊന്നും ഇടപെടുന്നില്ല. എന്തായാലും 15-ാം തീയതി KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ മറ്റു ചില പരിപാടികളുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർ ഇതിന് മറുപടി പറയും എന്നാണ് നമുക്ക് പ്രതീക്ഷ. എന്തായാലും സണ്ണി ജോസഫ് അടക്കമുള്ള ആളുകൾ ഇതിന് മറുപടി പറയേണ്ടി വരും. ഇന്നലെ OR രഘു പറഞ്ഞ ഒരു കാര്യമുണ്ട്, KPCCക്ക് പലതവണ പരാതി അയച്ചിട്ടും അവർ ഇതിലൊന്നും ഇടപെട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് KPCC നേതൃത്വം മറുപടി പറയേണ്ടി വരിക തന്നെ ചെയ്യും. DCC പ്രസിഡന്റിനെ തല്ലിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, ND അപ്പച്ചനെ തല്ലിക്കിട്ടുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപമാനകരമായ കാര്യമാണ്. അതും സഹപ്രവർത്തകർ തല്ലുന്നു, കോൺഗ്രസ് പ്രവർത്തകർ തന്നെ DCC പ്രസിഡന്റിനെ തല്ലുന്നു എന്ന് പറയുന്ന കാര്യം, ഇത് എവിടെ എത്തും, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ആർക്കൊക്കെ എതിരെ നടപടി വരും എന്നുള്ള കാര്യം കോൺഗ്രസ് നേതൃത്വം KPCC തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. കോൺഗ്രസ് നേതൃത്വം അഥവാ ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് തന്നെയാവും നീളുക. മനു.